വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. PSC അണ്ടറിൽ വരുന്ന ICDS സൂപ്പർവൈസർ എന്ന പോസ്റ്റിന്റെ എക്സാമിന്റെ സിലബസ് വന്നിരിക്കുകയാണ്. ന്യൂ സിലബസ് അനുസരിച്ച് ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആണ് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ്. സോ ഈ സെഷനിൽ നമ്മൾ ഹോം സയൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. എന്തൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്ന 5 സബ് ടോപ്പിക്സ്? ഒന്ന്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. മൂന്നാമതായിട്ട് വരുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ്. നാലാമതായിട്ട് ചൈൽഡ് ഡെവലപ്മെന്റിന് എഫക്ട് ചെയ്യുന്നത്, ചൈൽഡ് ഡെവലപ്മെന്റിനെ പ്ലേ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. പിന്നെ നമ്മൾ അഞ്ചാമത്തെ ടോപ്പിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഡെവലപ്മെന്റ്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഡെവലപ്മെന്റിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത് എന്നായിരിക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. So let's move on. Growth and developmental stages in children. നമ്മൾ ആദ്യം ഗ്രോത്ത് എന്താണെന്നും ഡെവലപ്മെന്റ് എന്താണെന്നും അറിയണം. സോ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓർഡർലി ആൻഡ് ലാസ്റ്റിംഗ് ചേഞ്ചസ് ഇൻ എ പേഴ്സൺ ഫ്രം ബർത്ത് ടു ഡെത്ത്. ഒരാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഉണ്ടാവുന്ന സീക്വൻഷ്യൽ ചേഞ്ചസിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ ഡിപ്പെൻഡൻസി ടു ഇൻഡിപെൻഡൻസ്. ഈ ഒരു പീരീഡിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കൂടുതലായിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. പക്ഷേ ലേറ്റർ സ്റ്റേജസിലേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോണമി അച്ചീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ആസ്പെക്ട് എന്ന് പറയുന്നത് ഗ്രോത്ത്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ആണ്. ഗ്രോത്തും മെച്ചുറേഷനും ലേണിംഗും ടുഗെദർ ഫോം ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ്. സോ എന്താണ് ഗ്രോത്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ വേർ നമ്മുടെ ബോഡിലി സൈസിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആസ്പെക്ട്സിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മെച്ചുറേഷൻ ആണ്, ജനറ്റിക്കലി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വൈസ് ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ്, ഫ്രീ ചേഞ്ചസിനെയാണ് നമ്മൾ മെച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ്, നമ്മുടെ എക്സ്പീരിയൻസസിലൂടെ നമ്മൾ പലപ്പോഴും ബിഹേവിയറൽ ചേഞ്ചസ് കണ്ടുവരുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. സോ അതിനെ നമുക്ക് ലേണിംഗ് എന്ന് വിളിക്കാം. സോ ഡെവലപ്മെന്റ് ബേസിക്കലി ഇൻക്ലൂഡ്സ് ഗ്രോത്ത്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെഷർ. ആൻഡ് ഡെവലപ്മെന്റ് ക്യാൻ ഒക്കർ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലാതെ തന്നെ ഡെവലപ്മെന്റിന് ഒക്കർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കൂടുതൽ ഗ്രോത്ത് ഉണ്ടെങ്കിലാണ് ഡെവലപ്മെന്റിലേക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് പറയപ്പെടുന്നത്. Hope the meaning of growth and development is clear for you. ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പലതരത്തിലുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഫിസിക്കൽ ഉണ്ടാവാം, ഇന്റലക്ച്വൽ ഉണ്ടാവാം, സോഷ്യൽ ഉണ്ടാവാം, ഇമോഷണൽ ഉണ്ടാവാം, മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവാം. ഫിസിക്കൽ ഡെവലപ്മെന്റിലൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 എണ്ണമാണ് ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ സ്മോളർ മസിൽസ് കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു നൂല് സൂചിയിൽ കോർക്കുക, അതേപോലെ തന്നെ പെൻസിൽ ഈ 3 ഫിംഗേഴ്സ് കൊണ്ട് പിടിക്കുക, അതായത് പിൻസർ ഗ്രിപ്പ്. ഇതൊക്കെയാണ് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇനി ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് മസിൽസ്, കയ്യിലും കാലിലൊക്കെയുള്ള ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ക്ലൈംബിംഗ്, റണ്ണിങ്, സ്കിപ്പിംഗ്, ക്യാച്ചിങ്. ഇതൊക്കെ നമ്മുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ പെടുന്നതാണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ നമുക്ക് മെന്റൽ ഡെവലപ്മെന്റ് എന്നും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നും വിളിക്കാവുന്നതാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് നമ്മുടെ മെമ്മറി സ്കിൽസ്, തിങ്കിങ് പ്രോസസ്സസ് അല്ലെങ്കിൽ റിട്രീവൽ പ്രോസസ്സസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
ഈ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണ് സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതുവഴി അയാൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ്, സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഇൻഡിവിജ്വലിന് സ്വയമേ തൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും കൺട്രോൾ ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയും അഡിക്വേറ്റ്ലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ ഇമോഷൻസിന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇനി ശരി ഏത് തെറ്റ് ഏത് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോറൽ ഡെവലപ്മെന്റിലൂടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ടൈപ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ്. So human development എന്താണെന്ന് നമുക്ക് നോക്കാം. It is a series of changes that occur in a human being from the stage of conception to death. കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെ ഉണ്ടാകുന്ന സീക്വൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. മെയിൻ ആയിട്ട് 5 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കാറ്റഗറൈസ് ചെയ്യാം. The first one is prenatal development, the second one is infancy, the third one is childhood, the fourth one is adolescence, and the fifth one is adulthood. അപ്പം 5 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, പ്രീനേറ്റൽ പീരീഡ്. പ്രീനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ്, കൺസെപ്ഷൻ മുതൽ ജനിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രീനേറ്റൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ പ്രീനേറ്റൽ പീരീഡ് അപ്രോക്സിമേറ്റ്ലി 9 months ആണ് ഉണ്ടാവുക. ഈ 9 months തന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ്, ഈ 9 monthsനെ തന്നെ 2 കാറ്റഗറീസ് അല്ലെങ്കിൽ 2 വേസിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്ന് 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ 3 പീരീഡ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. 3 പീരീഡ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒന്ന് ദ സൈഗോട്ട് പീരീഡ്, ദ സെക്കൻഡ് വൺ ഇസ് ദ എംബ്രിയോ പീരീഡ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ഫീറ്റൽ പീരീഡ് അല്ലെങ്കിൽ ഫീറ്റസ് പീരീഡ്. സോ പീരീഡ് ഓഫ് സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്താണ് ആദ്യം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. ഒരു സ്ത്രീയുടെ ഓവമും ഒരു പുരുഷന്റെ സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയും അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സൈഗോട്ട് എന്ന സ്ട്രക്ചർ കിട്ടുകയും ചെയ്യുന്നു. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബിലൂടെ പാസ് ചെയ്ത് യൂട്രസിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പം ഈ ഫലോപ്പിയൻ ട്യൂബിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു റാപ്പിഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻസ് ഈ സൈഗോട്ട് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ആ റാപ്പിഡ് സെൽ ഡിവിഷൻസിനെ നമുക്ക് ക്ലീവേജ് എന്ന് വിളിക്കാം. 4ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒരുപാട് സെൽ ഡിവിഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് നടക്കുന്നുണ്ട്. അതുവഴി ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു 50 സെൽസിന് പുറമെയുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യപ്പെടും. അപ്പം അതിന്റെ ബ്ലാസ്റ്റോസിസ്റ്റിന് ഇന്നർ ആയിട്ടുള്ള സെൽസ് എംബ്രിയോണിക് ഡിസ്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ലേറ്റർ സ്റ്റേജിൽ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നതാണ് ഔട്ടർ ലെയർ ഓഫ് സെൽസ് എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ ഓഫ് സെൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ട്രോഫോബ്ലാസ്റ്റ്. അപ്പൊ ആ ട്രോഫോബ്ലാസ്റ്റ് ലേറ്റർ സ്റ്റേജസിൽ പ്ലാസന്റ ആയിട്ടും അമ്നിയോട്ടിക് സാക്ക് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യപ്പെടും. അതെന്തിനാണ് ഈ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത്? ഫോർ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് സപ്പോർട്ടിങ് ദി എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്ലാസന്റ അമ്നിയോട്ടിക് സാക്ക് ഒക്കെ ഫോം ചെയ്യപ്പെടുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ട്രോഫോബ്ലാസ്റ്റ് വിൽ ഡെവലപ്പ് ഇൻടു അമ്നിയോൺ. അമ്നിയോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് മെമ്പറീൻ ദാറ്റ് ഫോംസ് എ സാക്ക് അറൌണ്ട് ദി ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് ലേറ്റർ ദ ഫീറ്റസ്. എംബ്രിയോന്റെ ചുറ്റിനും ഒരു സാക്ക് ഫോം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ലൈക്ക് സാക്ക് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ ഒരു സാക്ക് ഫോം ചെയ്യുന്നു. ആ സാക്കിന്റെ ഉള്ളിലാണ് നമ്മുടെ എംബ്രിയോ അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഈ എംബ്രിയോണിക് സാക്ക് അല്ലെങ്കിൽ അമ്നിയോട്ടിക് സാക്കിനുള്ളിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് 3 മെയിൻ ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ടെമ്പറേച്ചർ റെഗുലേഷൻ, 2 കുഷനിങ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് പ്രൊട്ടക്ഷൻ. ടെമ്പറേച്ചർ റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
മദർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് പല തരത്തിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചസിനോടായിരിക്കും. പക്ഷേ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ആ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ഇനി അമ്മയുടെ മൂവ്മെന്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സസ് കൊണ്ടോ പലതരത്തിലുള്ള ഷോക്സോ മൂവ്മെന്റ്സോ ജോൾസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പൊ അത് അബ്സോർബ് ചെയ്യുകയും ഒരു കുഷൻ ലൈക്ക് എഫക്റ്റ് കൊടുക്കാനും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട്. ഇനി ഫീറ്റസിനെ എക്സ്റ്റേണൽ ട്രോമയിൽ നിന്നും ഇഞ്ചറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ 3 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ടും പീരീഡ് ഓഫ് സൈഗോട്ടിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വഹിക്കുന്നത്. ഒന്ന് ടെമ്പറേച്ചർ റെഗുലേഷൻ, 2 കുഷനിങ് ആൻഡ് ദ തേർഡ് വൺ ഇസ് പ്രൊട്ടക്ഷൻ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത പീരീഡ് എന്ന് പറയുന്നത് എംബ്രിയോ ആണ്. നമ്മുടെ സൈഗോട്ട് പീരീഡ് എന്ന് പറയുന്നത് 0 to 2 വീക്സ് ആണെങ്കിൽ എംബ്രിയോ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 8 വീക്സ് ആണ്. എംബ്രിയോണിക് സ്റ്റേജ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് 2 to 8 വീക്സ് കാലഘട്ടത്തിലാണ്. ഇനി സെക്കൻഡ് വീക്കിന്റെ എൻഡോട് കൂടി trophoblast cells form an additional protective membrane called as chorion that encases the amnion. Amnionന് ചുറ്റുമായിട്ട് ഒരു additional protective membrane called chorion is developed by the end of second week. Second weekന്റെ അവസാനത്തോടു കൂടി കൊറിയോൺ ഫോം ചെയ്യുകയും ഈ കൊറിയോണിൽ നിന്നും ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വില്ല എന്ന് നമുക്ക് വിളിക്കാം. ആ വില്ലൈ ഡെവലപ്പ് ചെയ്യപ്പെടുകയും യൂട്രൈൻ വാളിൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കാനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് വിൽ ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് പ്ലാസന്റ. ഇത് പ്ലാസന്റ ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നു. സോ പ്ലാസന്റ എന്തിനാണ്? പ്ലാസന്റ is important for the exchange between mothers and embryonic blood. മദറിന്റെയും എംബ്രിയോണിക് ബ്ലഡിന്റെയും തമ്മിലുള്ള എക്സ്ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് പ്ലാസന്റ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേതായിട്ട് പ്ലാസന്റ ന്യൂട്രിയൻസും ഓക്സിജനും ഡെവലപ്പിംഗ് എംബ്രിയോക്ക് കൊടുക്കുകയും രണ്ടാമതായിട്ട് വേസ്റ്റ് പ്രോഡക്ട്സിന് എംബ്രിയോയിൽ നിന്ന് പുറന്തള്ളാനും സഹായിക്കുന്നു. പ്ലാസന്റ is linked to the developing embryo via umbilical cord. എംബ്രിയോവുമായിട്ട് പ്ലാസന്റയെ കണക്ട് ചെയ്യുന്നത് ഏതാണ്? അംബലിക്കൽ കോഡാണ്. സോ അംബലിക്കൽ കോഡ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ അതൊരു ചെറിയൊരു ബോഡി സ്റ്റോക്ക് പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഒരു പിന്നത്തെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും 1 മുതൽ 3 ഫീറ്റ് വരെ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചർ ആയിട്ടാണ് അംബലിക്കൽ കോഡ് കണ്ടുവരുന്നത്. ഈ അംബലിക്കൽ കോഡ് തന്നെ ഒരു ലാർജ് വെയിനും ഉണ്ട്, ഒരു 2 ആർട്ടറീസും ഉണ്ട്. ഈ ലാർജ് വെയിനിലൂടെയാണ് ന്യൂട്രിയൻ റിച്ച് ബ്ലഡ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ ആർട്ടറീസ് വഴിയാണ് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു എംബ്രിയോണിക് ഡിസ്ക് ഫോം ചെയ്യുന്നു പറഞ്ഞു. എംബ്രിയോണിക് അല്ല, എംബ്രിയോണിക്. കൈൻഡ്ലി നോട്ട് ഇറ്റ് ഇസ് എംബ്രിയോണിക് ഡിസ്ക് ഫോം ചെയ്യുന്നു പറഞ്ഞു. ആ എംബ്രിയോണിക് ഡിസ്ക് 3 ലെയേഴ്സ് ആണ് അതിനകത്തുള്ളത്: എക്ടോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേം. ഔട്ടർമോസ്റ്റ് കവറിംഗ് ആണ് എക്ടോഡേം, മിഡിൽ ലെയർ ആണ് മീസോഡേം ആൻഡ് ദി ഇന്നർ ലെയർ ഇസ് എൻഡോഡേം. അപ്പം എക്ടോഡേം ആണ് ലേറ്റർ സ്റ്റേജസിൽ നെർവസ് സിസ്റ്റം ആയിട്ടും സ്കിന്നായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. മീസോഡേം എന്തായിട്ട് ഡെവലപ്പ് ആവും? മസിൽസും സ്കെലിറ്റണും സർക്കുലേറ്ററി സിസ്റ്റവും മറ്റ് ഇന്റേണൽ ഓർഗൻസും ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. എൻഡോഡേം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യാനും ലങ്സ് ഫോം ചെയ്യാനും യൂറിനറി ട്രാക്ട് ഫോം ചെയ്യാനും മറ്റ് ഗ്ലാൻസ് ഫോം ചെയ്യാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് എംബ്രിയോണിക് ഡിസ്കിൽ വരുന്ന ഈ 3 ലെയേഴ്സിലൂടെയാണ് നമ്മളുടെ ബോഡിയിൽ ഡിഫറെന്റ് പാർട്സ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഈ എംബ്രിയോ പീരീഡിലാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റം റാപ്പിഡ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ആവുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബ് ഡെവലപ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ ആണ്. നമ്മൾ പറഞ്ഞ എംബ്രിയോണിക് ഡിസ്കിലെ എക്ടോഡേം ന്യൂറൽ ട്യൂബായിട്ട് ഫോം ചെയ്യുകയും അത് സ്പൈനൽ കോഡിന്റെ ഒരു പ്രിമിറ്റീവ് സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒരു 3.5 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ന്യൂറൽ ട്യൂബിന്റെ ടോപ്പ് പോർഷൻ സ്വെൽ ചെയ്യുകയും അത് വഴി ബ്രെയിൻ ഡെവലപ്പ് ആവുകയുമാണ് ചെയ്യുന്നത്.
ഇനി ലാസ്റ്റ് സ്റ്റേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ പ്രോളിഫറേഷൻ ആൻഡ് മൈഗ്രേഷൻ ആണ്. ആഫ്റ്റർ ബ്രെയിൻസ് ഇനീഷ്യൽ ഫോർമേഷൻ ന്യൂ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദെൻ മൈഗ്രേറ്റ് ടു ദെയർ സ്പെസിഫിക് ലൊക്കേഷൻ സ്റ്റാർട്ടിങ് അബൌട്ട് 32 days ആഫ്റ്റർ കൺസെപ്ഷൻ. 32 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, കൺസെപ്ഷൻ കഴിഞ്ഞ് 32 ദിവസം കഴിഞ്ഞാൽ സെൽ പ്രോളിഫറേഷൻ നടക്കുന്നു, അതായത് ന്യൂ സെൽസ് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ ആവശ്യമായ സെൽസ് ബോഡിയിൽ പല തരത്തിലുള്ള ലൊക്കേഷൻസിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഈ 32 ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ബ്രെയിൻസ് ഇനീഷ്യൽ ഫോർമേഷന്റെ ബാക്കി പ്രോസസ്സസ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹാർട്ടും പമ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മസിൽസും ബാക്ക് ബോൺസും റിബ്സും ഡൈജസ്റ്റീവ് ട്രാക്റ്റും ഒക്കെ അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് മന്തില് കണ്ണ്, ചെവി, മൂക്ക്, ആംസ് ഒക്കെ ഫോം ചെയ്യും. ഒരു ഫസ്റ്റ് മന്തിൽ നോക്കുകയാണെങ്കിൽ 1/4 ഇഞ്ച് വലുപ്പത്തിലേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ ആ എംബ്രിയോയിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് സെൽസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവ് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫങ്ഷൻസ്. ഇനി ആറാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഹ്യൂമൻ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും എംബ്രിയോക്ക് ഉണ്ടാവുന്നത്. അപ്പം അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഹെഡ് പൊസിഷൻ കുറച്ച് കുമ്പിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് തിരിച്ച് അത് 6th വീക്കിന്റെ എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി തലയൊക്കെ പൊന്തി സ്ട്രെയിറ്റൻ ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ഹെഡ് സൈസ് എപ്പോഴും ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ. അതായത് ബാക്കി ബോഡി പാർട്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹെഡിന്റെ സൈസ് കുറച്ച് വലുതായിരിക്കും. ഇനി ബോഡി പ്രൊപ്പോർഷൻസ് പറയാനാണെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡിനെക്കാട്ടും ലാർജർ ആയിരിക്കും. ആൻഡ് ചെറിയ ആംസ് കാണുകയും ആ ആംസിൽ തന്നെ റിഡ്ജസ് കാണുകയും ചെയ്യുന്നു. ആ റിഡ്ജസ് ആണ് ലേറ്റർ സ്റ്റേജിൽ ഫിംഗേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. 6 മാസം പ്രായമുള്ള ഒരു എംബ്രിയോ ആണ് ഈ സ്ട്രക്ചറിൽ കാണുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഹെഡ് കുമ്പിട്ട് നിൽക്കുന്നുണ്ട്, ചെറിയ റിഡ്ജസ് ഡെവലപ്പ് ആയിട്ട് ഫിംഗേഴ്സ് ആയിട്ട് ഡെവലപ്പായി മാറുന്നുണ്ട്. ഇനി ഫീറ്റൽ പീരീഡ് അല്ലെങ്കിൽ ദ പീരീഡ് ഓഫ് ഫീറ്റസ്. എംബ്രിയോ എന്ന് പറയുന്നത് 2 to 8 weeks ആണെങ്കിൽ 8 weeks മുതൽ ബർത്ത് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ഫീറ്റൽ പീരീഡ് എന്ന് വിളിക്കാവുന്നതാണ്. 8 മുതൽ 12 ആഴ്ച ആകുമ്പോഴത്തേക്കും ഏകദേശം 3 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യപ്പെടും. ഈ ഫീറ്റസിന് ഹൈ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും, ആക്ടിവിറ്റി ലെവൽ ഹൈ ആയിരിക്കും ഈ ഫീറ്റസിന് ഈ ഒരു സമയത്ത്. ആൻഡ് 9 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും ഫീറ്റസ് ഹിക്കപ്സ് ഫോം ചെയ്യുകയും ലൗഡ് നോയ്സസിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു. The end of first trimester is marked at 12 weeks. നമ്മൾ പറഞ്ഞു ട്രൈമസ്റ്റർ ആയിട്ട് ഒക്കെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 0 to 12 weeks ആണ്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എന്ന് പറയുമ്പോൾ ഫീറ്റസ് ഗ്രോ ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരു 4th month ഒക്കെ ആകുമ്പോഴത്തേക്കും ഫീറ്റസ് വളരെയധികം ആക്റ്റീവ് ആവുകയും 1 മിനിറ്റിൽ മിനിമം ഒരു മൂവ്മെന്റ് എങ്കിലും കാണിക്കുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഫീറ്റസിന്റെ ബോഡിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഫീറ്റസിന്റെ ബോഡിയിൽ ഡൗണി ഹെയർ, ഫൈൻ ഡൗണി ഹെയർ, നേർത്ത രോമങ്ങൾ കാണപ്പെടും. അതിനെ നമുക്ക് ലെന്യൂഗോ എന്ന് വിളിക്കാം. അപ്പൊ ഈ ലെന്യൂഗോ is coated with a thick whitish cream known as vernix, protects the fetus's skin. ഫീറ്റസിന്റെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബോഡിയിൽ ചെറിയ പാട പോലെ അല്ലെങ്കിൽ വൈറ്റ് ക്രീമിഷ് സ്ട്രക്ചർ, ക്രീമിഷ് കോട്ടിംഗ് കാണാൻ പറ്റും. ആ കോട്ടിങ്ങിനെ നമുക്ക് വെർണിക്സ് എന്ന് വിളിക്കാം. സോ ലെന്യൂഗോ എന്താണ്? ദേ ആർ ദി ഡൗണി ഹെയർസ്. വെർണിക്സ് എന്ന് പറയുന്നത് വൈറ്റ് ക്രീമിഷ്, തിക് വൈറ്റ് ക്രീമിഷ് കോട്ടിംഗ് ആണ്. ഇനി 20 to 26 weeks ഉള്ള ഒരു ഫീറ്റസ് ഔട്ട്സൈഡ് ദി വൂമ്പിന്റെ ഔട്ട്സൈഡിൽ ജീവിക്കാനായിട്ട് വയബിൾ ആണ്. അല്ലെങ്കിൽ ആ 22 മുതൽ 26 വയസ്സ് വരെയുള്ള 26 വീക്ക് വരെ പ്രായമുള്ള ഒരു ഫീറ്റസ് ആണെങ്കിൽ ആ ഫീറ്റസിന് ഇറ്റ് ഇസ് ഏജ് ഓഫ് വയബിലിറ്റി എന്ന് പറയും. വൂമ്പിന് പുറത്ത് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു പീരീഡിലാണ് സെറിബ്രൽ കോർട്ടെക്സ് വീണ്ടും എൻലാർജ് ആവുന്നത്. 30 മുതൽ 40 ആഴ്ച ആകുമ്പോഴത്തേക്കും ഉറക്കവും ഉണർന്നിരിക്കുന്നതും തമ്മിലുള്ള ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റിതമിക് ചേഞ്ചസ്, റിതമിക് പാറ്റേൺ നമുക്ക്
ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫീറ്റസ് ഈ ഒരു സ്റ്റേജിൽ ഏകദേശം 7 to 7.5 pounds ആയിട്ട് വെയിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എൻഡ് ഓഫ് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും ഒരു ഫുള്ളി ഡെവലപ്ഡ് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ബേബി ആയിട്ട് അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതായിരിക്കും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫൻസി ആണ്. ഇൻഫൻസി എന്ന് പറയുന്നത് 0 to 2 years, 0 മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഇൻഫൻസി എന്ന് വിളിക്കുന്നത്. ഇൻഫൻസിയിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നത്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് നടക്കുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പം അറ്റ് ബർത്ത് എല്ലാ സെൻസസും ഫിസിയോളജിക്കൽ സിസ്റ്റംസും ആക്റ്റീവ് ആയിരിക്കും. പല ഡിഗ്രിയിലായിരിക്കും ആ ആക്ടിവിറ്റി ആക്റ്റീവ് ആയിട്ടുള്ളത്, പക്ഷെ സെൻസസും ഫിസിയോളജിക്കൽ സിസ്റ്റംസും ഒക്കെ വളരെ ആക്റ്റീവ് ആണ്. പിന്നെ ബ്രെയിൻ കുറച്ചും കൂടി കോംപ്ലക്സ് ആവുകയും എക്സ്റ്റേണൽ ഫോഴ്സസിനോട് സെൻസിറ്റീവ് ആവുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന എൻവറോൺമെന്റൽ ചേഞ്ചസിന് ഹൈലി സസെപ്റ്റബിൾ അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആണ് ബ്രെയിൻ എന്നാണ് പറയപ്പെടുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റും മോട്ടോർ ഡെവലപ്മെന്റും വളരെ റാപ്പിഡ് ആയിരിക്കും ഈ ഒരു പീരീഡിൽ. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കേസ് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഫ്യൂ വീക്സിൽ ഇൻഫൻസ് പഠിക്കാനും പഠിച്ചത് ഓർമ്മ വെക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും. 2ാമത്തെ വയസ്സിന്റെ ഒരു അവസാനത്തോടു കൂടി അവർ സിംബൽസ് യൂസ് ചെയ്യുകയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ലാംഗ്വേജ് അക്വയർ ചെയ്യുകയും അക്വിസിഷൻ നടക്കുകയും അതേപോലെ തന്നെ അതിന്റെ യൂസേജ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റേജ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. അത് തന്നെ 3 മുതൽ 6 വയസ്സ് വരെ പ്രീ സ്കൂൾ ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടനിൽ പോകുന്ന ഇയേഴ്സിനെയാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് വിളിക്കുന്നത്. അവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിന്നർ ആവുന്ന ഒരു അപ്പിയറൻസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. ബോഡി പ്രൊപ്പോർഷൻസ് മെയിൻലി ഒരു അഡൾട്ടിനെ പോലെ ആയി മാറുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഉറക്കത്തിൽ കുറെ ഡിസ്റ്റർബൻസസ് വരുന്നതായിട്ട് കാണപ്പെടുന്നു. അതേപോലെ തന്നെ ആപ്പിറ്റൈറ്റ്, അവരുടെ വിശപ്പ് ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഹാൻഡ് ഡെക്സ്ട്രിറ്റി ഡെവലപ്സ് ആസ് ഡു ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ എബിലിറ്റീസ് ആൻഡ് സ്ട്രെങ്ത്. കൈയിന്റെ ഡെക്സ്ട്രിറ്റി ഇംപ്രൂവ് ആവുകയും അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും കുറച്ചും കൂടി ബെറ്റർ ആവുകയും ചെയ്യുന്നു. ഏത് പീരീഡില്? ഏർലി ചൈൽഡ്ഹുഡ് പീരീഡില്. ഇനി കോഗ്നിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ തോട്ട്സ് ആർ ഈഗോസെൻട്രിക് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും ഈ ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുക. അതായത് ഈഗോസെൻട്രിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ തന്റെ കാര്യം മാത്രമാണ് ശരി, താൻ പറയുന്നതാണ് ശരി, മറ്റുള്ളവരുടെ കോൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്യാതെ തന്റെ ആസ്പെക്റ്റിൽ മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഈഗോസെൻട്രിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ്സിനെ കൺസിഡർ ചെയ്യാനായിട്ട് ഈ ഏർലി ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി കോഗ്നിറ്റീവ് ഇമ്മച്യൂരിറ്റി റിസൾട്ടിങ് സർട്ടൻ ഇറാഷണൽ വേൾഡ് വ്യൂസ്. കോഗ്നിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇമ്മച്യൂരിറ്റീസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാഷണൽ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും നമ്മൾ വേൾഡിനെ കുറിച്ചിട്ട് മിക്കവാറും ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. മെമ്മറി സ്കിൽസും ലാംഗ്വേജ് സ്കിൽസും കുറച്ചും കൂടി ഇംപ്രൂവ് ആവും. ഇന്റലിജൻസ് കുറച്ചും കൂടി പ്രെഡിക്റ്റബിൾ ആയി മാറുകയും ചെയ്യുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രീ സ്കൂൾ അറ്റൻഡൻസും കിൻഡർ ഗാർട്ടൻ അറ്റൻഡൻസും ഒക്കെ ഫ്രീക്വന്റ് ആവുകയൊക്കെ ചെയ്യുന്നത് ഈ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലാണ്. ഇനി സൈക്കോ സോഷ്യലി നോക്കുകയാണെങ്കിൽ, സൈക്കോളജിക്കലി അല്ലെങ്കിൽ സോഷ്യലി നോക്കുകയാണെങ്കിൽ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺസെപ്റ്റും ഇമോഷണൽ അവയർനെസ്സും ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. Children show increased independence, initiative, self-control and self-care abilities. Children എന്താണ് കുറെ കൂടി ഇൻഡിപെൻഡൻസ്, ഓട്ടോണമസ് ആവുകയും കാര്യങ്ങളെ സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനും സെൽഫ് കൺട്രോൾ അറ്റൈൻ ചെയ്യാനും സെൽഫ് കെയറിനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനും തുടങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇനി ജെൻഡർ ഐഡന്റിറ്റി ബിഗിൻസ് ടു ഫോം ഓവർ ടൈം. താൻ ഏത് ജെൻഡറിൽ പെട്ട ആളാണ്, അല്ലെങ്കിൽ താൻ ഒരു ബോയ് ആണോ, താൻ ഒരു ഗേൾ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐഡന്റിറ്റി പെട്ടതാണോ എന്നൊക്കെ ഇനീഷ്യലി ഐഡന്റിഫൈ ചെയ്തു വരുന്ന ഒരു ബേസിക് സ്റ്റേജ് ആണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇനി കുട്ടികളുടെ പ്ലേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ വളരെ ഇമാജിനേറ്റീവ് ആയിരിക്കും. അതായത് കുട്ടികൾ ഒരുപാട് തരത്തിലുള്ള ഇമാജിനേഷൻസും സോഷ്യൽ സ്കിൽസും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ്.
ഇതിന് പുറമെ ആൾട്രൂയിസം എക്സിബിറ്റ് ചെയ്യും, ഹോസ്റ്റിലിറ്റി എക്സിബിറ്റ് ചെയ്യും, അതുപോലെ പേടിയും കണ്ടുവരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഫാമിലി ആണ് കുട്ടികളുടെ സോഷ്യൽ ലൈഫിനുള്ള ഒരു ബേസ് കൊടുക്കുന്നതെങ്കിൽ കൂടിയും ഈ ഏർലി ചൈൽഡ്ഹുഡിൽ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വളരെ അധികം ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇനി ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 6 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് മറ്റു കാലഘട്ടത്തിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ലോവർ ആയിരിക്കും. പക്ഷെ അവരുടെ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഫിസിക്കൽ കേപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പം അവരുടെ അത്ലറ്റിക് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്നതാണ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇനി റെസ്പിറേറ്ററി ഡിസീസസ് ആർ വെരി കോമൺ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പൊ റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ വളരെയധികം കാണപ്പെടുന്ന ഒരു പീരീഡ് ആണ് ഈ ലേറ്റർ ചൈൽഡ്ഹുഡ് എങ്കിൽ കൂടിയും ഓവറോൾ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ദേ ആർ മച്ച് മോർ സ്റ്റേബിൾ. ഇനി മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ മിഡിൽ ചൈൽഡ്ഹുഡ് അല്ല, ലേറ്റ് ചൈൽഡ്ഹുഡ് ആണ്, 6 to 11 years. അഡോളസൻസ് എന്ന് പറയുന്നത് 12 to 18 or 12 to 20 years ആണ്. ഇവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് അതർ ചേഞ്ചസ് ഒക്കർ ക്വിക്ലി ആൻഡ് പ്രൊഫൗണ്ട്ലി. വളരെ ക്വിക്കായിട്ടും പ്രൊഫൗണ്ടും ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും, ഫിസിക്കൽ ചേഞ്ചസ് ആയിരിക്കും ഈ അഡോളസൻ പീരീഡിൽ ഉണ്ടാവുന്നത്. പ്യൂബർട്ടി എന്ന് പറയുന്ന കാലഘട്ടം പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുകയും റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അച്ചീവ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് അഡോളസൻസ് എന്ന് പറയുന്നത്. Behavioral issues such as eating disorders and substance abuse can become significant health concerns. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ, ഫിസിക്കൽ ഹെൽത്തിനെ നോക്കുകയാണെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ കണ്ടുവരുന്നത് ഈ അഡോളസൻ പീരീഡിലാണ്. അതുവഴി, അതായത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം അനോറക്സിയ നെർവോസ അല്ലെങ്കിൽ ബുളിമിയ നെർവോസ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പം നമ്മുടെ കൊക്കെയിൻ, ഹെറോയിൻ അല്ലെങ്കിൽ കഞ്ചാവ് അതൊക്കെ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായതുകൊണ്ട് തന്നെ ഹെൽത്ത് കൺസേൺസ് ഈ ഒരു പീരീഡിൽ വളരെ അധികം കൂടുതലാണ്. ഇനി കോഗ്നിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന് കുട്ടികൾക്ക് അല്ലെങ്കിൽ അഡോളസൻസിന് കഴിവ് കൂടുതലാണ്. കുറെ കൂടി സയന്റിഫിക് റീസൺസിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് അഡോളസൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ചില ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമ്മച്വർ തിങ്കിങ്. നമ്മുടെ തിങ്കിങ് ഡെവലപ്പ് ആയെങ്കിൽ കൂടിയും ഇപ്പോഴും നോക്കുകയാണെങ്കിൽ അഡോളസൻ പീരീഡിൽ ഇമ്മച്വർ തിങ്കിങ് ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. സം ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് മേ സ്റ്റിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമ്മച്വർ തിങ്കിങ്. അതുകൊണ്ട് തന്നെ ചില ആറ്റിറ്റ്യൂഡും ബിഹേവിയേഴ്സും ഒക്കെ ഇമ്മച്വർ തിങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിലാണ് എഡ്യൂക്കേഷൻ ഏത് കരിയറിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് എഡ്യൂക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും അഡോളസൻസിൽ കാണുന്നത്. ഓക്കെ, ഇനി അഡോളസൻ പീരീഡിലാണ് സെക്ഷൽ ഐഡന്റിറ്റി മെയിൻ ആയിട്ടും ഒബ്സർവ് ചെയ്യുന്നത്. സെക്ഷൽ ഐഡന്റിറ്റി നേരത്തെ പറഞ്ഞിരുന്നു, ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്ജെൻഡർ ആണോ അങ്ങനത്തെ ഏതെങ്കിലും കാറ്റഗറിയിൽ പെട്ടതാണോ താനെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസൻ സ്റ്റേജ്. പാരൻസുമായിട്ടുള്ള റിലേഷൻ പലപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ കൂടിയും ചില കേസസിൽ നമ്മൾ കണ്ടുവരുന്നത് വളരെ അധികം തെറ്റിദ്ധാരണകളൊക്കെ വരുന്ന, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും കണ്ടുവരുന്നുണ്ട്. ഇനി പിയർ ഗ്രൂപ്പിന് ഒരുപാട് റോൾ ഉണ്ട് ഒരു അഡോളസെന്റിന്റെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലും അതേപോലെ തന്നെ അതിന്റെ ഡെവലപ്പ് ചെയ്യുന്നതിനും അവരുടെ ഐഡന്റിറ്റി ഒക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ പിയർ ഗ്രൂപ്പ്സിന് ഒരുപാട് റോൾ ഉണ്ട്. പക്ഷേ ചില പിയർ ഗ്രൂപ്പ്സ് ആന്റി സോഷ്യൽ എഫക്ട്സും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആന്റി സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് നിരക്കാത്തതായിട്ടുള്ള, സൊസൈറ്റൽ നോർംസിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് പല പിയർ ഗ്രൂപ്പ്സ് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ പിയർ ഗ്രൂപ്പ്സ് നല്ലതിനും ചീത്തതിനും കാരണമാകുന്നുണ്ട്. ഇനി ഏർലി അഡൾട്ട്ഹുഡ് 18 to 30 years. ഈ ഒരു കാലഘട്ടത്തിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസും മോറൽ ജഡ്ജ്മെന്റ്സും കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആവുകയും അവിടെ
മോർ കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സസ് ആയിരിക്കും നടക്കുന്നത്. എഡ്യൂക്കേഷനെയും കരിയറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഡിസിഷൻസ് അല്ലെങ്കിൽ കീ ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴാണ്? ഈ ഏർലി അഡൾട്ട്ഹുഡ് സ്റ്റേജിലാണ്. ഇനി സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ കേസ് പറയാനാണെങ്കിൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് കുറച്ചും കൂടി സ്റ്റേബിൾ ആവുകയും ലൈഫ് ഇവന്റ്സിലൂടെ ഡിസിഷൻസ് എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പീരീഡ് ആണ് ഏർലി അഡൾട്ട്ഹുഡ്. അതായത് ഡിസിഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അല്ലെങ്കിൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പീരീഡിലാണ് ഒരു വ്യക്തി കല്യാണം കഴിക്കുകയും, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കല്യാണം കഴിക്കുകയും അല്ലെങ്കിൽ ഫാമിലി സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഏതിലാണ്? ഈ 18 to 30 years ഓഫ് ഏജ് ഗ്രൂപ്പിലാണ്. ഇനി മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ 40 to 65 years ആണ്. 40 to 65 years ഓഫ് ഏജിൽ കോഗ്നിറ്റീവ് സ്റ്റെബിലിറ്റി കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ കൂടിയും സ്ലൈറ്റ് ഡിക്ലൈൻ അതിനകത്ത് കാണുന്നുണ്ട്. ഒരു ചെറുതായിട്ട് കോഗ്നിറ്റീവ് സ്റ്റെബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇമോഷണലി അല്ലെങ്കിൽ സോഷ്യലി നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, കെയറിങ് ഓഫ് ഏജിങ് പാരന്റ്സ്, ഡീലിംഗ് വിത്ത് എംപ്റ്റീനെസ് സിൻഡ്രോം. അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് മെയിൻ ആയിട്ടും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ പ്രായമായ പാരന്റ്സിനെ നോക്കുന്നതിലും അല്ലെങ്കിൽ എംപ്റ്റീനെസ് സിൻഡ്രോം കണ്ടുവരുന്നതും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് എംപ്റ്റീനെസ് സിൻഡ്രോം? അതായത് തന്നെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് താനും ഭാര്യയും അല്ലെങ്കിൽ സ്വയം ഒറ്റയ്ക്കാവുന്ന ഒരു കൂടൊഴിഞ്ഞ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സ്റ്റേജ് ആണ് ഈ മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഇനി ലേറ്റ് അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 65+ years. 65 yearsനും അതിന് കൂടുതലുമുള്ള ഏജിനെയാണ് നമ്മൾ ലേറ്റ് അഡൾട്ട്ഹുഡ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഓൾഡ് ഏജ് അല്ലെങ്കിൽ സെനസെൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പീരീഡ് ആണ് ഈ ലേറ്റ് അഡൾട്ട്ഹുഡ്. ഈ ലേറ്റ് അഡൾട്ട്ഹുഡിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എബിലിറ്റീസ് ഡിക്ലൈൻ വിത്ത് സ്ലോവർ റിയാക്ഷൻ ടൈം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എബിലിറ്റീസ് റെഡ്യൂസ് ആവുകയും റിയാക്ഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ആവുകയും ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഈ ലേറ്റ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന്റെ കേസ് പറയാനാണെങ്കിൽ ദ റിമെയിൻ കോഗ്നേറ്റീവ്ലി അലേർട്ട്. കോഗ്നേറ്റീവ്ലി അവർ വളരെ ശ്രദ്ധാലുക്കളാണെങ്കിലും ഈ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനാവശ്യമായ സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യാനും ഈ ലേറ്റ് അഡൾട്ട്ഹുഡിലുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി സൈക്കോ സോഷ്യലി എങ്ങനെയാണ് ലേറ്റ് അഡൾട്ട്ഹുഡിലുള്ള ആൾക്കാർ ജീവിക്കുന്നത്? റിട്ടയർമെന്റ് offers new opportunities but also brings the challenge of coping with personal losses and the death of loved ones. നമുക്കറിയാം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ കേസിൽ ഈ 65+ ആയി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഏജ് ആണ്. ഈ റിട്ടയർമെന്റ് ഏജിൽ പുതിയ തരത്തിലുള്ള അവസരങ്ങൾ കൊണ്ടുവരാനും പുതിയ അവസരങ്ങളിലേക്ക് മുന്നിട്ട് പോകാനും, ലൈക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞ് കുറെ കൂടി ആക്റ്റീവ് ആവാനുള്ള പല ഫീൽഡ്സിൽ ആക്റ്റീവ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പീരീഡിലാണ് പേഴ്സണൽ ലോസസിനെയും ഡെത്ത് ഓഫ് ലവ്ഡ് വൺസിനെയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് 65+ years. അതായത് പലതരത്തിലുള്ള പേഴ്സണൽ ലോസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വളരെ അടുത്ത ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇതിനോടൊക്കെ കോപ്പ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ലേറ്റ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. Relationships with family and friends become increasingly important. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവുകയും തൻ്റെ ജീവിതത്തിൽ താൻ എന്തായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിന്റെ പേർപ്പസ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഈ ലേറ്റ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മുടെ നെക്സ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ്? 1 ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെന്റ് ആണ്, 2 ന്യൂട്രീഷൻ ആണ്, 3 ഫാമിലി സപ്പോർട്ട് ആണ്, 4 ജെൻഡർ, 5 സ്കൂൾ ആൻഡ് 6 എൻവിറോൺമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇൻ ജനറൽ പറയാനാണെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ
ഫസ്റ്റ് വൺ ഇസ് ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെന്റ്. നമുക്കറിയാം ഹെറിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. ജനറ്റിക് ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ജനറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹെറിഡിറ്റി ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഹൈറ്റ് ഉള്ളതായിരുന്നെങ്കിൽ, ഹൈറ്റ് എന്ന ഫാക്ടർ ഫിസിക്കൽ ഫാക്ടറിന് ഹൈറ്റ് ഉള്ള ആളായിരുന്നെങ്കിൽ കുട്ടിക്കും ഹൈറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഡോമിനന്റ് ആണെങ്കിലാണ് ഹൈറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ്. റിസസീവ് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നടന്നോളണമെന്നില്ല. പക്ഷെ ഹെറിഡിറ്റിക്ക് വലിയൊരു റോള് തന്നെ ഉണ്ട് ചൈൽഡ് ഡെവലപ്മെന്റില്. അതേപോലെ എൻവിറോൺമെന്റൽ കണ്ടീഷൻസ്, ചുറ്റുപാടുമുള്ള കണ്ടീഷൻസ്, അവരുടെ ഉദരത്തിൽ പ്രീനേറ്റൽ കണ്ടീഷൻസ് ആവാം, പോസ്റ്റ് നേറ്റൽ കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ബർത്ത് ഉള്ള കണ്ടീഷൻസ് ആവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡ്യൂറിങ് ബർത്ത് അംബ്ലിക്കൽ കോഡ് ചുറ്റിപ്പോയാൽ ഓക്സിജൻ ഡിപ്രവേഷൻ വരും, കഴുത്തിൽ ചുറ്റിപ്പോയ ഓക്സിജൻ ഡിപ്രവേഷൻ വരും. അപ്പൊ അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ എൻവിറോൺമെന്റൽ കണ്ടീഷൻസും ഹെറിഡിറ്റിയും അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സും ചൈൽഡ് ഡെവലപ്മെന്റിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. While some factors promote development, others may act as barriers. ചില ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റ് ചിലത് ബാരിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ന്യൂട്രീഷൻ. ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു പ്രോപ്പർ ഹെൽത്തി ഡയറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓവറോൾ ഡെവലപ്മെന്റ് സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഓവറോൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിസിക്കലി ആൻഡ് മെന്റലി ദ ഇൻഡിവിജ്വൽ ഇസ് ഫിറ്റ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഫിസിക്കലി മെന്റലി ഒരു പേഴ്സൺ ഹെൽത്തി ആവണമെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിനെയും പേഴ്സണൽ ഡെവലപ്മെന്റിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫാമിലി സപ്പോർട്ട്. ഹെറിഡിറ്റി പറഞ്ഞു, ന്യൂട്രീഷൻ പറഞ്ഞു, എൻവിറോൺമെന്റ് പറഞ്ഞു. ഇനി ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ് ചൈൽഡ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നത്? സൈക്കോളജിക്കലി അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫാമിലീസിന് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ഫാമിലി എൻവിറോൺമെന്റ് ആണെങ്കിൽ ഹെൽത്തി ഡെവലപ്മെന്റ് ആയിരിക്കും കാണുക. പക്ഷേ ഇനി സ്ട്രെസ്ഫുൾ ആയിട്ട് എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ടോക്സിക് എൻവിറോൺമെന്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം കുട്ടികളിലും ആ ബിഹേവിയർ ഇഷ്യൂസ് കണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഹെറിഡിറ്റി പറഞ്ഞു, എൻവിറോൺമെന്റ് പറഞ്ഞു, ന്യൂട്രീഷൻ പറഞ്ഞു, ഫാമിലി സപ്പോർട്ട് പറഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ജെൻഡർ. ജെൻഡർ എഫക്ട്സ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഫിസിക്കലി ഒരു ഇൻഡിവിജ്വൽ ഗ്രോ ചെയ്യുന്നതിലും ഡെവലപ്മെന്റ് കണ്ടുവരുന്നതിലും ജെൻഡറിന് വളരെയധികം വലിയൊരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ബോയ്സും ഗേൾസും ഡിഫറെന്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുക, എസ്പെഷ്യലി അറൌണ്ട് ദർ പ്യൂബർട്ടി കൗമാരപ്രായത്തിൽ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബോയ്സും ഗേൾസും ഡിഫറെന്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ബോയ്സ് ജനറലി ഹൈറ്റ് വെക്കുകയും സ്ട്രോങ് ആവുകയും അവരുടെ വോയിസ് കുറച്ചും കൂടി ബേസിലേക്ക് പോവുകയൊക്കെയാണ് ചെയ്യുക. പക്ഷെ ഗേൾസ് എന്നാണ് മെച്യൂർ ഫാസ്റ്റർ ആണ്. ഗേൾസ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടായിരിക്കും അഡോളസൻസിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. സോ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് സ്കൂളാണ്. സ്കൂൾ എൻവിറോൺമെന്റ് ഇസ് ക്രൂഷ്യൽ ഫോർ ഡെവലപ്മെന്റ്. സ്കൂൾ എൻവിറോൺമെന്റ് ഡെവലപ്മെന്റിന് വളരെയധികം ക്രൂഷ്യലാണ്. സ്കൂൾ എൻവിറോൺമെന്റിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ്, പിന്നെ ആരാണ് അതിനകത്ത് വരുന്നത്? മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ, ഇവരൊക്കെ സ്കൂൾ എൻവിറോൺമെന്റിന്റെ അല്ലെങ്കിൽ സ്കൂൾ എൻവിറോൺമെന്റിൽ പെടുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിരിക്കും. സപ്പോർട്ടീവ് സ്കൂൾ സിസ്റ്റം ആണെങ്കിൽ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇനി സപ്പോർട്ട് ഇല്ലാത്ത, വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂൾ സിസ്റ്റം ആണെങ്കിൽ പലപ്പോഴും അത് ഡെവലപ്മെന്റിനെ ഹിൻഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കൾച്ചറൽ എൻവിറോൺമെന്റ് ആണ്. ഓരോ ഇൻഡിവിജ്വലും വളരുന്നത് പല തരത്തിലുള്ള കൾച്ചേഴ്സിലായിരിക്കും.
അതുവഴി ഡെവലപ്മെന്റൽ ചേഞ്ചസ് വരും. അതായത് കൾച്ചറൽ ഐഡന്റിറ്റി ഇൻഫ്ലുവൻസസ് ഡെവലപ്മെന്റ്. ഏത് കൾച്ചറിലാണോ കുട്ടി വളരുന്നത് എന്നത് ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Children raised in different cultures develop according to the cultural values and practices. ഡിഫറെന്റ് കൾച്ചേഴ്സിൽ വളരുന്ന കുട്ടികളുടെ കൾച്ചറൽ വാല്യൂസും പ്രാക്ടീസസും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ കൾച്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ വെസ്റ്റേൺ കൾച്ചറിൽ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇൻഡിപെൻഡൻസിനെ കുറെ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ് കണ്ടുവരുന്നത്. സോ കൾച്ചറൽ എൻവറോൺമെന്റ് ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ടും ഈ സെഷൻ ഇവിടെ തീരുകയാണ്. ഈ പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കി. സി യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.